കെ സുരേന്ദ്രൻ ചേരുന്നു. സ്വാഗതം ശ്രീ കെ സുരേന്ദ്രൻ. വളരെ ഗുരുതരമായ ആരോപണമാണ് അങ്ങ് എക്സിൽ കുറിച്ചിട്ടുള്ളത്. ചാരവനിത ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം സ്പോൺസർ ചെയ്തത് ടൂറിസം മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ള കാര്യം വളരെ ഗുരുതരമായ ആരോപണം മുന്നോട്ട് വെക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശ്രീ കെ സുരേന്ദ്രൻ. അല്ല, ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ. കാരണം അവര് തന്നെ കേരളത്തിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്തതിനെ കുറിച്ച് അവരുടെ യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ തെളിവുകൾ കൃത്യമാണല്ലോ. മാത്രമല്ല, അവരുടെ കൊച്ചി സന്ദർശനവും വലിയ വിവാദമായിരുന്നു. മാത്രമല്ല, അവർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങൾ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ സന്ദർശിക്കുകയും അവിടെ ആളുകളെയൊക്കെ സ്വാധീനിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തുകയും അത് പാകിസ്ഥാന് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് രാജ്യത്ത് തെളിഞ്ഞിരിക്കുകയാണ്. ഏജൻസികൾ അത് കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇത്തരം വ്യക്തികളും ഇത്തരം ഗ്രൂപ്പുകളും എപ്പോഴും ലെഫ്റ്റുമായി ചേർന്ന് ഒരു പ്രവർത്തനം എല്ലാ ഭാഗത്തും നടത്തുന്നുണ്ട്. ഇപ്പോ നമ്മൾ ജാമിയ മില്ലിയയിൽ നടന്ന സമരം നോക്കിയാലും, അതുപോലെ JNUവിൽ നേരത്തെ നടത്തിയ സമരം നോക്കിയാലും, തുക്കടെ ഗ്യാങ്ങിന്റെ പ്രവർത്തനങ്ങളാകെ നിരീക്ഷിച്ചാലും അത്തരം രാജ്യദ്രോഹ ശക്തികളും അർബൻ നക്സലുകളുടെയും എല്ലാം ബുദ്ധി കേന്ദ്രം കേരളമാണ്. ഇന്ത്യയിൽ നടക്കുന്ന പല വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ഐഡിയോളജിക്ക് ആശയപരമായ ഒരു അടിത്തറ കൊടുക്കുന്ന സ്ഥലം കേരളമാണ്. അപ്പൊ ഇവർക്കൊക്കെ നേരത്തെ ബന്ധം ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് കേരളത്തിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നത്? അപ്പോ ഇവിടുത്തെ സർക്കാരിന്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്ക്, ഇവിടുത്തെ മന്ത്രിമാർക്ക്, ഇവർക്കെല്ലാം ഇത്തരം ദേശവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അതിയായ താല്പര്യമുണ്ട്. കാരണം അവര് എല്ലാ കാലത്തും അവർ ആന്റി ഇന്ത്യൻ ആണ്. ഇപ്പൊ തന്നെ MA ബേബിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നു. എന്താണ് പഹൽഗാമിന്റെ സിന്ദൂർ ആക്രമണം കൊണ്ട് തിരിച്ചടി കൊണ്ട് നമ്മൾ നേടിയത്? MA ബേബി ചോദിക്കുകയാണ്. CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചോദിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഇവരെല്ലാ കാലത്തും ഈ സമീപനം എടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഉദ്ദേശം ഇന്ത്യയെ തകർക്കുന്ന ശക്തികളെല്ലാം പ്രോത്സാഹിപ്പിച്ച് നിർത്തുക. ഇപ്പൊ ലക്ഷദ്വീപിൽ നേരത്തെ വലിയ തോതിലുള്ള ഒരു കള്ളപ്രചരണം നടന്നു. ആരായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത്? ഇതേ ശക്തികൾ തന്നെയാണ്. അപ്പൊ ഇതുപോലെ രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ അവര് സഹായിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. കേരള സർക്കാരോ ടൂറിസം വകുപ്പോ ഈ നിമിഷം വരെ ഈ കാര്യം നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഗൗരവതരമായ അന്വേഷണത്തിന് പാത്രമാവേണ്ട വിഷയമാണ്. കെ സുരേന്ദ്രൻ, അതേപോലെ തന്നെ ഈ മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രിയായപ്പോൾ മുതൽ കേരളം ടൂറിസത്തിൻ്റെ, ഭാരതത്തിലെ തന്നെ ടൂറിസത്തിൻ്റെ ഹബ്ബായി മാറുന്നു. കേരളത്തിൻ്റെ ടൂറിസം പ്ലേസുകൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറുന്നു, ശ്രദ്ധേയ ഇടമായി മാറുന്നു. അതിനുള്ള പരസ്യങ്ങളടക്കം കൃത്യമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വെക്കുന്നു. അതിന് മുഹമ്മദ് റിയാസ് വലിയ പിന്തുണ, അല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിയായതിനു ശേഷമാണ് ടൂറിസം വകുപ്പിന് ഇത്രയധികം പ്രൊമോഷൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ടൂറിസം കേന്ദ്രങ്ങൾ വികസിക്കുന്നത് തുടങ്ങിയ ഒരു ചിത്രം വരുത്തി വെക്കുന്നു. അപ്പോൾ ഇത്തരം വ്ളോഗർമാരെ കൊണ്ടുവന്ന് ലോകത്തിന് മുമ്പിൽ ഈ കേരളത്തിലെ ടൂറിസം പ്ലേസുകൾ പരിചയപ്പെടുത്തുക, ഈ ഒരു മറ പിടിച്ചിട്ടാണോ ഇവരെ ഇതേപോലുള്ള ചാരപ്രവർത്തനം നടത്തുന്ന ആളുകളെ കൂടി കൊണ്ടുവന്ന്, ജ്യോതി മൽഹോത്രയെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ചാരപ്രവർത്തനം നടത്തുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഈ ടൂറിസത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ മുഹമ്മദ് റിയാസിൻ്റെ ഇത്തരത്തിലുള്ള നീക്കം, ശ്രീ സുരേന്ദ്രൻ? അല്ല, അതിൽ രണ്ട് രീതിയിൽ അതിനെ കാണാം. ഒന്ന്, രാജ്യത്ത് എല്ലായിടത്തും ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലും പല പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടുകളും ഐഡന്റിഫൈ ചെയ്യും, അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, ഇപ്പൊ കാപ്പാടിന്റെ വിഷയമായാലും അതുപോലെ ബേപ്പൂരിന്റെ കാര്യത്തിലായാലും ഒക്കെ മോദി സർക്കാർ നൽകിയിട്ടുള്ള ആനുകൂല്യത്തിന്റെ ഫലമായിട്ടാണ് ഈ ടൂറിസം വികസനത്തിന് ഇത്രയധികം പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ അത് മുഹമ്മദ് റിയാസിന്റെ എന്തെങ്കിലും പ്രത്യേകമായ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടോ ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. മോദി ഗവൺമെന്റ് രാജ്യം മുഴുവൻ നടത്തുന്ന, ഇപ്പൊ കാശ്മീരിലെ ടൂറിസം ആയാലും ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്ന കാര്യമായാലും എല്ലാം അത് മോദി സർക്കാരിന്റെ നേട്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ഇവിടെ എല്ലാ വകുപ്പുകളിലും, പ്രത്യേകിച്ച് ടൂറിസം വകുപ്പിൽ ഇത്തരം ആളുകൾക്ക് എപ്പോഴും ഒരു പരിഗണന കിട്ടുന്നു. ബാക്കി എത്ര ബ്ലോഗർമാരുണ്ട്, ബാക്കി എത്ര യൂട്യൂബർമാരുണ്ട്, അവരൊന്നും കിട്ടാതെ എങ്ങനെ ഇവര് വന്നത്? അപ്പൊ ഇവരുടെ
പൊളിറ്റിക്കൽ ഐഡിയോളജി ഇവർക്ക് അറിയാം. എത്രയോ വർഷമായിട്ട് ഇവര് നമ്മളെ രാജ്യത്തിനെതിരായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് നമ്മുടെ നാടിന്റെ ശക്തികൾക്ക് എതിരായിട്ടുള്ള വിധ്വംസ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ തേടിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവരികയാണ്. അതാണ് ഞങ്ങൾ നേരത്തെ ഇന്നലെ പറഞ്ഞത്. ഒരു ഇത്തരം ആളുകൾക്ക് പരവതാനി വിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ലോകത്തെവിടെയുമുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളെയെല്ലാം തേടിപ്പിടിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിലാണ് മുഹമ്മദ് റിയാസിന്റെ ദുഷ്ടലാക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സുരേന്ദ്രൻ, ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പരാതി നൽകി കൃത്യമായി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുമോ? പ്രത്യേകിച്ച് NIA പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലുള്ള ഇടപെടലുണ്ട് എങ്കിൽ അതുകൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതല്ലേ സുരേന്ദ്രൻ? അല്ല, ഇതിന് പരാതിയുടെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇത് വളരെ കൃത്യമായിട്ടുള്ളതാണ്. വിദേശ മാധ്യമങ്ങളിലടക്കം ഇന്നലെ ഇത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇന്റലിജൻസ് ഏജൻസികളുണ്ട്, ബാക്കിയുള്ള അന്വേഷണ ഏജൻസികളുണ്ട്. അവര് ഐഡന്റിഫൈഡ് ആണ്. അവരെ സംബന്ധിച്ചാൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷണത്തിലാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു പരാതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. വളരെയധികം നന്ദി ശ്രീ കെ സുരേന്ദ്രൻ. കൃത്യമായി ചാരപ്രവർത്തനം നടത്തുന്ന ജ്യോതി മൽഹോത്രയുടെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഇവരെ സ്പോൺസർ ചെയ്തത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ള കാര്യമാണ് കെ സുരേന്ദ്രൻ എക്സിൽ കുറിച്ചിട്ടുള്ളത്. തൻ്റെ അഭിപ്രായത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം നൽകുകയായിരുന്നു ശ്രീ കെ സുരേന്ദ്രൻ.